മറ്റുള്ളവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സംഘടനകളുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് സംഘടനകളില്ല. നമുക്ക് സംരക്ഷണ നിയമത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല, പ്രതികരിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് 3/4%. ഇനി VIP വരുന്നുണ്ടെങ്കിൽ അവർക്ക് VIP പരിഗണന അവിടെ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നമ്മളെപ്പോലെ സാധാരണക്കാരാണ്. അപ്പോൾ അവർക്കിനി എന്ത് വന്നാലും അത്രയൊക്കെ പ്രതികരണം വരും എന്നുള്ളൊരു കാഴ്ചപ്പാടും, കാരണം ഓരോ പിഴവുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് എടുക്കുന്ന നടപടികൾ എന്താണെന്നുള്ളത്. ഇരകളെ മാക്സിമം വേദനിപ്പിക്കുക, അവരെ വീണ്ടും വീണ്ടും ദുരിതത്തിലേക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിഴവ് വരുത്തുന്നവർക്കും എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല. ഒരുപാട് നല്ല ഡോക്ടേഴ്സ്, നല്ല സ്ഥാപനം തന്നെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. പക്ഷേ അവിടെ വരുന്ന ഇത്തരം പിഴവുകൾക്ക് വരാനുള്ള തുടർക്കഥയാവാനുള്ള കാരണം നിശ്ചയിച്ചിരുന്നത്. അർഷിനയ്ക്ക് തരാൻ ഉദ്ദേശിച്ചത് 2 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെ ഒരു തുക വേണ്ട എന്ന് ഹർഷീന പറയുകയും ചെയ്തു. അത് വേണ്ട എന്ന് തീരുമാനിച്ചു. 5 വർഷം ആയി ഇപ്പോൾ ചികിത്സ തുടങ്ങി. 2017 സംഭവം. ഇപ്പോൾ ഇതിനകം ചികിത്സയ്ക്ക് എത്രത്തോളം ഹർഷിനയ്ക്ക് കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട്? ഒരു 5 വർഷത്തോളം, അന്ന് 5 വർഷത്തോളം ഞങ്ങൾ നടത്തിയ ചികിത്സകൾ കണക്കുകൾ മുഴുവനൊന്നും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഒരുപാട് ഞങ്ങൾ ചികിത്സകൾ തേടി, ലക്ഷക്കണക്കിന് നഷ്ടങ്ങൾ. പിന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, എൻ്റെ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് നിർത്തിവെച്ച് ഞങ്ങളെ സാമ്പത്തികമായ എല്ലാ ഇൻകം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. സാധനം കടബാധ്യതകളിലേക്കായി. ഓപ്പറേഷൻ കത്രി എടുക്കുന്ന സമയത്തേക്കൊക്കെ കടങ്ങളിലേക്കായി ഞങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചിന്തിച്ചാൽ അറിയാവുന്നല്ലോ ഒരു മനുഷ്യൻ. നമുക്ക് ഇങ്ങനെ പൈസക്ക് ആർത്തിയായിട്ടാണെന്നല്ല, നമ്മളെ പ്രയാസം നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ കൂടെ നിന്ന് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അനുഭവിച്ചിട്ടാണ്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി തുടർ ചികിത്സ എന്ന ആലോചനയാണല്ലോ ഇപ്പോൾ. ക്രൗഡ് ഫണ്ടിങ്, അതിനൊരു സമിതി തന്നെ രൂപീകരിച്ചു. പക്ഷേ നാളെ അതിന്റെ ഭാഗമായി ശസ്ത്രക്രിയ നടത്താനുള്ള ആലോചനയും ഉണ്ടായിരുന്നു. ആ ശ്രമങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉദ്ദേശിച്ച അത്രയും തുക ലഭിച്ചില്ല എന്നാണ് അറിഞ്ഞത്. ക്രൗഡ് ഫണ്ടിങ് തുടക്കത്തിൽ എത്രത്തോളം അറിയില്ല, അതിൻ്റെ ഇപ്പോഴത്തെ കണക്ക് അറിയില്ല, എന്നാലും തുടക്കത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ആ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്കൊക്കെ ഇറങ്ങാന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ അഭിമാനം എത്രത്തോളം വേദനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടെ ചിന്തിക്കണം. കാരണം ആരോ ചെയ്ത തെറ്റിന്, ആർക്കോ വന്ന പിഴവിനാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കൾ ശരിക്കും ഒന്ന് സ്കൂളിൽ പോയിട്ട് അവരെ കൂടെ നിന്നൊന്ന് പഠിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇനി അടുത്ത അധ്യയന വർഷം തുടങ്ങുകയാണ്, അപ്പോഴും ഞാൻ അടുത്ത സർജറി കഴിഞ്ഞ് റെസ്റ്റിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ആര് ഒരു പരിഹാരം തരും എന്നുള്ളത് ഇതിന് ബന്ധപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ എനിക്കൊന്ന് വ്യക്തമാക്കി തരണം എന്നുള്ളതാണ്. ഈ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്കൊക്കെ ഇറങ്ങുമ്പോണ്ടാവുന്ന നമ്മളൊരു മാനസികാവസ്ഥ, അത് ചെയ്യേണ്ടവർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഏത് അഭിമാനത്തെക്കാളും വലുത് ജീവനാണ്. എൻ്റെ 3 കുട്ടികൾക്കൊരു ഉമ്മ വേണം, ജീവനോടെ ഞാൻ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ 2 മാസത്തോളമായി ബെഡ് റെസ്റ്റിലാണ്. എൻ്റെ കുട്ടികൾക്ക് പോയിട്ട് എൻ്റെ കാര്യങ്ങൾ തന്നെ ഒന്ന് ശരിക്കും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ എന്ത് വന്നാലും വേണ്ടിയില്ല, ആരോട് എന്താ പറയുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാലും വേണ്ടിയില്ല, ജീവൻ നിലനിൽക്കണം, എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിച്ചവരോട് ആണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരു പരിഹാരം നിങ്ങൾ എന്ന് കാണും. പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു, പിന്നീട് തുടർ സമരങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സർക്കാരിനോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത്, സർക്കാർ തുടക്കം മുതൽ സർക്കാർ ഹർഷിനൊക്കൊപ്പമാണ്. ആരോഗ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സഭയിലും പുറത്തും. ആര് എപ്പം ചോദിച്ചാലും ഹർഷിന എന്ന് പറഞ്ഞാൽ ഹർഷിനക്ക് നീതി ലഭിക്കണം, ഹർഷിനക്ക് നീതി ഉറപ്പാക്കും. എവിടെ നീതി? 2 വർഷത്തോളമായി, 7 വർഷത്തോളമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തോളമായി നിങ്ങളെ മുന്നിലെത്തിയിട്ട് എവിടെ എനിക്കുള്ള നീതി? ഞാനിനി എന്ത് ചെയ്യണം? ഞാൻ മരിച്ചിട്ടാണോ നിങ്ങൾ എനിക്ക് നീതി ഉറപ്പാക്കുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനെ പരമാവധി സഹിച്ചു കഴിഞ്ഞു. ഇനിയും പടച്ചോനിൽ ഉള്ള വിശ്വാസം കൊണ്ട് മാത്രം മുന്നോട്ട് ജീവിതം പോകുന്ന ഒരു മനുഷ്യനാണ് ഞാനും. എൻ്റെ കുടുംബവും ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ അഭിമാനം വരെ പണയം വെക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യ വകുപ്പിൽ നിങ്ങൾ
നടപടി എടുക്കേണ്ടവർ കാരണം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദുരിതം ഇനിയും എന്ന് തീരുമെന്നറിയില്ല. ഈ ഒരു സർജറി കൊണ്ടും എൻ്റെ പ്രയാസങ്ങൾ തീരൂല. ഡോക്ടേഴ്സ് തന്നെ ഉറപ്പ് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ മുന്നിലേക്ക് കയറണം? ആരോട് കൈ നീട്ടണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. വലിയ ചോദ്യം തന്നെയാണ് ഹർഷിന മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴും അവർ എത്ര മാന്യമായിട്ടാണ് പ്രതികരിക്കുന്നത്? ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതിൽ മാത്രമാണ് അവർക്ക് പ്രതിഷേധമുള്ളത്. ആ പ്രതിഷേധം 5 വർഷമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ആരോഗ്യമന്ത്രിയായാലും ഹർഷിനയ്ക്കൊപ്പം എന്ന് പറയുകയും ഹർഷിനയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ സമീപനം എടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.